ഒരു 10, 15 മിനിറ്റിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം പിടിച്ചാലോ. ഇതാകുമ്പോൾ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം മതി ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാട്ടോ. അപ്പോൾ ഒരു പാനിലോട്ട് 1/2 കപ്പോളം ചെറുപയറും 2 വറ്റൽമുളകും ഒരു 3, 4 വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷാക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു കുക്കറിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി ആവിധ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. പിന്നെ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ചേക്കുന്ന ഐറ്റവും കുറച്ച് കടലപ്പരിപ്പും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് അരിക്ക് പകരം ഞാൻ കീൻവയാണ് ചേർത്തേക്കുന്നത്. അരിക്ക് പകരം നിങ്ങൾക്ക് കീൻവയ്ക്ക് പകരം അരി എടുക്കാം, അല്ലെങ്കിൽ അരിക്ക് പകരം കീൻവ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വെള്ളം കുറച്ച് അധികം ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സാക്കി ഇതുപോലെ ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. ഇനി അതിന് ഒരു ചെറിയ താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ കടുകും ചെറിയ ജീരകവും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് സാമ്പാർ പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1/2 കപ്പോളം പുളിവെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കുവേ ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ റെഡിയായി. ഭയങ്കര ഹെൽത്തിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ട്രൈ ആക്കല്ലേ?